എവിടെ എത്തി? ആണോ? ആ ശരി, ഞാൻ ആൻറ്റിയുടെ കൊടുക്കാം. 1 മിനിറ്റ്. ആൻറ്റി, മേനോൻ അങ്കിളാ. ഹലോ ചേട്ടാ, എന്താ ഇതുവരെ എത്താത്തെ? ഓ അത് ശരി, നോ പ്രോബ്ലം, ഞാൻ ഏർപ്പാടാക്കാം. ആ ഓക്കെ, നന്ദനെ വിളിക്കും. ആ മേനോൻ ചേട്ടന്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. നീ പോയി ഒരു ഡ്രൈവറെ അയക്കി. അത് വേണ്ട ആൻറ്റി. മേനോൻ അങ്കിളിനെ പോലെ ഒരാളെ നമ്മൾ ആരെങ്കിലും വേണം പിക്ക് ചെയ്യാൻ. ഐ ക്യാൻ പിക്ക് ഹിം പേഴ്സണലി. കറക്റ്റ്. മേനോനെ ഇവിടെ കൊണ്ടുവരണ്ട, നേരെ വീട്ടിലേക്ക് കൊണ്ടുവയ്ക്കുള്ളൂ. പ്രധാന വിവാഹം അവിടെയല്ലേ നടക്കുന്നത്. അതെ. ഓക്കെ. ബ്രോ, അപ്പൊ എങ്ങനെ കാര്യങ്ങള്? സമൂഹ വിവാഹം നടക്കുന്ന വേദിയിൽ കല്യാണി നീരജ് നിൽക്കുന്നുണ്ടാവും. അമ്മയായിരിക്കും കല്യാണ ചെറുക്കന്മാർക്ക് താലി എടുത്തു കൊടുക്കുന്നത്. അമ്മയെ സഹായിക്കുന്നു എന്ന മട്ടിൽ നമ്മൾ 3 പേരും അമ്മയോടൊപ്പം തന്നെ ഉണ്ടാവണം. കല്യാണി നീരജ് നിൽക്കുന്നിടത്തേക്ക് അമ്മ താലി എടുത്ത് കൊടുക്കാൻ എത്തുമ്പോൾ അമ്മയുടെ വലതു ഭാഗത്ത് നിൽക്കുന്ന ഞാൻ ആ താലി എന്റെ കൈകൊണ്ട് വാങ്ങും. ഇവന്മാര് 3 കൂടി എന്താ പ്ലാൻ ചെയ്യുന്നതെന്ന് അറിയാൻ വയ്യല്ലോ. ഏതായാലും ഇവന്മാരെന്തോ പ്ലാൻ ഒപ്പിക്കുന്നുണ്ട്. സുപ്രു, അമ്മ നീരജിന് കൊടുക്കാൻ താലി കയ്യിലെടുക്കുമ്പോ നീ അവിടെ മുഴുവൻ വൈറ്റ് സ്പ്രേ അടിക്കണം. ആഘോഷങ്ങളുടെ ഭാഗമാണെന്ന് എല്ലാരും കരുതൂ. എല്ലാരും കണ്ണടച്ച് നിൽക്കുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് ആ താലി വാങ്ങി ഞാൻ കല്യാണിയുടെ കഴുത്തിൽ കെട്ടും. അതാണ് എന്റെ പ്ലാൻ. എന്തുപറ്റി? പ്ലാൻ ഓക്കെ അല്ലേ? പ്ലാനൊക്കെ ഓക്കെ തന്നെ, പക്ഷെ നീരജ് സമ്മതിക്കണ്ടേ? അതെ, അതാണ് പ്രശ്നം. ഒരുപക്ഷെ നീരജ് കണ്ണടയ്ക്കുന്ന സമയത്താണ് നീ കല്യാണിയുടെ കഴുത്തിൽ താലി കെട്ടുന്നതെന്ന് വെച്ചോ. അതിനുശേഷം നീരജ് പ്രശ്നം ഉണ്ടാക്കില്ലേ? അതെ. പിന്നെ അത് മാത്രമല്ല, അവിടെ അമ്മയുണ്ടെന്ന് ഓർക്കണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ ഈ കാര്യം മുൻകൂട്ടി നീരജിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ബ്രോ ഇത്? ബ്രോ നീരജിനോട് പറഞ്ഞോ? നീരജ് ഇതിന് സമ്മതിച്ചോ? നീരജ് എന്റെ ക്ലാസ്മേറ്റും ക്ലോസ് ഫ്രണ്ടുമാണ്. MBAക്ക് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ഞാന് നീരജിനോട് കല്യാണിയുടെ കല്യാണ ചെറുക്കനായി അഭിനയിക്കാൻ പറഞ്ഞത്. ഇക്കാര്യം കല്യാണിക്ക് പോലും അറിയില്ല. അത് ശരി. അപ്പൊ ഇങ്ങനൊരു ബന്ധം ഉണ്ടായിരുന്നല്ലേ? നീരജ് ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങളെന്ന് മറക്കണ്ടായിരുന്നു ബ്രോ. സോറി, വേറൊന്നും കൊണ്ടല്ല. അപ്പോഴത് രഹസ്യമായി വെക്കാനേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്ലാൻ വർക്കൗട്ട് ആവില്ലേ? ഉറപ്പായിട്ടും ഇത് നമ്മൾ വർക്കൗട്ട് ആക്കും. അതെ അതെ, ഇതുവരെ ഇറങ്ങിയില്ലേ? ബ്രോ, അങ്ങോട്ട് നോക്കല്ലേ. പറയുമ്പോ നമ്മളെ തന്നെ വാച്ച് ചെയ്തോണ്ടിരിക്കുന്നത്. 11-നും 11:30 ഇടയ്ക്ക് വെച്ച മുഹൂർത്തം. ഇളയമേ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്താക്കാൻ ഒരു വഴിയുണ്ട്. അതെന്ത് വഴി? ഇളയമേ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റിയ പിന്നെ സേഫായി. അതെ, വിലാസിന് ആന്റി ഇവിടെ നിൽക്കുന്ന അപകടം. എങ്ങനെയെങ്കിലും അവരെ ഇവിടുന്ന് ഒഴിവാക്കുന്ന നല്ല കാര്യമോ? നീ അതിന്റെ പ്ലാൻ പറയും. പറയാം. ഇത് പരമ്പരാഗത മാലയല്ലേ? നിങ്ങളുടെ മുത്തച്ഛന്റെ മുത്തശ്ശിയുടെ ഒക്കെ പടമുള്ളത്? അതെ, അത് തന്നെ. പക്ഷേ
ഇതിലെ ലോക്കറ്റിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പടമല്ല, എന്റെയും കല്യാണിയുടെയും പടവാ. ഐഡിയ ഞാൻ പറയാം. എന്റെയും കല്യാണിയുടെയും പടമുള്ള ലോക്കറ്റ് ഓപ്പൺ ആക്കിയിട്ട് ഈ മാല ധരിച്ച് കല്യാണി ഇളയമ്മയുടെ മുന്നിൽ നിൽക്കും. എന്തൊക്കെ ബ്രോ ഈ പറയുന്നേ? ഇളയം ഈ ഫോട്ടോ എങ്ങനെ കണ്ട പിന്നെ അമ്മയെ വിളിച്ച് കാണിക്കും. അതായിരിക്കും അടുത്ത പുകില്. അതെ അതെ, അത് വലിയ പ്രശ്നമാവത്തേ ഉള്ളൂ. ആ പ്രശ്നമാവണം. ഇളയമ്മ ഈ ലോക്കറ്റ് കണ്ട് അത് അമ്മയെ കാണിക്കാൻ വേണ്ടി അമ്മയും വിളിച്ചുകൊണ്ട് വരും. സ്വാഭാവികം. അങ്ങനെ ഇളയമ്മ അമ്മയും കൂട്ടി വരുമ്പോ കല്യാണിയുടെ കഴുത്തിൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും ഫോട്ടോ വെച്ച ഈ മാല കിടക്കണം. അത് കാണുന്ന അമ്മ കല്യാണ ദിവസം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇളയമ്മയെ ഉറപ്പായിട്ട് ഇവിടെ നിന്ന് പുറത്താക്കി വിടും. പ്ലാനൊക്കെ പക്ക. പക്ഷേ ഈ മാല എങ്ങനെ മാറ്റും? അത് ഈസിയല്ലേ. ഈ 2 മാലകളും കല്യാണി കഴുത്തിലണിയും. ആദ്യം എന്റെയും കല്യാണിയുടെയും ഫോട്ടോ വെച്ച മാല പുറത്തിടും. അത് കണ്ട് ഇളയമ്മ അമ്മയെ വിളിച്ചുകൊണ്ടുവരാൻ പോകുന്ന സമയത്ത് മാല മാറ്റിയിടും. സംഗതി ഓക്കെ അല്ലേ? സൂപ്പർ. വിലാസിനി ആന്റിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇവന്മാരെന്തൊക്കെയോ വലിയ പ്ലാനുകളാണല്ലോ ചർച്ച ചെയ്യുന്നത്. സാരമില്ല, ഞാൻ കണ്ടുപിടിച്ചോളാം. ആ ബ്രോ ഒരു കാര്യം ചെയ്യും, അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും. ഞങ്ങൾ ചെന്നിട്ട് ഇവിടുത്തെ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ നോക്കട്ടെ. സുബണ വാ. കല്യാണി, എന്തുപറ്റി കല്യാണി? എന്താ നിന്റെ മുഖത്തൊരു തെളിച്ചമില്ലാത്ത? ദേ, ഇന്നിങ്ങനെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് അത് പാടില്ല. ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ കാണണം. അവരുടെയൊക്കെ മുഖത്ത് എന്ത് സന്തോഷ. അവർക്കൊന്നും ഒരു സങ്കടമില്ലല്ലോ വലിയ കുഞ്ഞെ. എന്നെ സംബന്ധിച്ച് ചുറ്റും പ്രശ്നങ്ങളല്ലേ. ഒരു ഭാഗത്ത് അച്ഛൻ, മറുഭാഗത്ത് അഖില മാഡം, പിന്നെ വിലാസിനി മാഡം, ഗംഗ. കല്യാണി, നിന്റെ പ്രശ്നങ്ങളെല്ലാം എന്റെയും പ്രശ്നങ്ങളല്ലേ. അത് പരിഹരിക്കാൻ ഞാനില്ലേ ഇവിടെ? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം ഇന്ന് പരിഹരിക്കാൻ പോവല്ലേ. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. ആ ധൈര്യത്തിലാ വലിയ കുഞ്ഞെ ഞാൻ തളരാതെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് തന്നെ. വലിയ കുഞ്ഞ് അഖില മേഡം എടുത്തു തരുന്ന താലി എന്റെ കഴുത്തിൽ കെട്ടുമെന്നുള്ള പ്രതീക്ഷ മാത്രമാണ് എന്റെ ധൈര്യം. അത് ഉറപ്പായിട്ടും നടന്നിരിക്കും കല്യാണി. ഈ 2 മാലകളും അണിഞ്ഞു വേണം നീ വരാൻ. എന്തിനാ വലിയ കുഞ്ഞെ ഈ 2 മാലകളും കഴുത്തിലിടുന്നേ? പറയാം.
എല്ലാം ഓക്കെ അല്ലേ? ഉം. ഓക്കെ. ആനന്ദ്, ആനന്ദ്, ഉം? നിനക്ക് എന്താ ഇപ്പൊ ഇവിടെ കാര്യം? അതെ, നിന്നെ അപ്പുറത്ത് ചേച്ചി അന്വേഷിക്കുന്നുണ്ട്, അങ്ങോട്ട് ചെല്ല്. ഇപ്പോഴും നീ വിജയിച്ചിട്ടില്ല. കൂട്ടക്കല്യാണത്തിൽ വെച്ചെങ്കിലും നിന്റെ കെട്ട് നടക്കണമെങ്കിലേ പെട്ടെന്ന് റെഡിയായിട്ട് വാ. അയ്യോ, മുഹൂർത്തത്തിന് സമയമായി. പെട്ടെന്ന് റെഡിയായിട്ട് വാടി. ഉം. ശ്ശേ, എടുക്കുന്നില്ലല്ലോ. അവിടെ എന്താണെന്ന് അറിയാൻ ഒരു വഴിയുമില്ല. ആ, ഹലോ ഗംഗേ, നീ വിളിച്ചപ്പോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആന്റി, അവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ആകെ ടെൻഷനാവുന്നു. ആ, അതെ, ആ ഇവിടെ 3 എണ്ണവും കൂടി പല പല പ്ലാനുകൾ ചെയ്തോണ്ടിരിക്കുക. ഞാൻ അവന്മാരുടെ പുറകെ തന്നെ ഉണ്ട്. ആ, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഞാൻ അകത്തേക്കൊന്ന് പോയി നോക്കട്ടെ, കേട്ടോ? ആ, ആ ശരി ആന്റി. ഓക്കെ എന്നാ.
എന്തു പറ്റിയച്ച മുഖത്തൊരു വല്ലായിക? അത് മുഖത്തിന്റെ അല്ല, മനസ്സിന്റെയാ. ഇവിടെ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് ഒരങ്കലാപ്പ്, ഭയം. ഒരു അങ്കലാപ്പും ഭയവും വേണ്ടച്ച. അമ്മ എടുത്തു തരുന്ന താലി മുഹൂർത്തം തെറ്റാതെ ഞാൻ കല്യാണിയുടെ കഴുത്തിൽ കെട്ടാൻ പോകുന്നു. നീ നിന്റെ അമ്മയെക്കുറിച്ച് ആലോചിച്ചില്ലേ ആനന്ദ്? നീ മനസ്സിലാക്കിയതുപോലെ അവളെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ലെന്നായിരുന്നു എൻ്റെ ഇത്രയും നാളത്തെ ആലോചന. അമ്മയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അച്ഛാ. ആനന്ദ്, നിന്റെ അമ്മയുടെ പിടിവാശി നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? അറിയാം. ആ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നുകൊണ്ടാവാം കുറച്ച് പിടിവാശിയൊക്കെ എനിക്കും കിട്ടി. എന്ന് കരുതി അമ്മയ്ക്ക് എന്ത് സംഭവിച്ചോട്ടെ എന്ന് കരുതുന്ന മകനല്ല ഞാൻ. അച്ഛൻ ഭയക്കുന്നത് പോലെ അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. ഇതെന്റെ ഉറപ്പാ. അച്ഛൻ സമാധാനായിട്ടിരിക്കുക. അച്ഛ, വിഘ്നേശ്വര, അഖിലാമ്മയുടെ എടുത്തു തരുന്ന താലി വലിയ കുഞ്ഞ് എന്റെ കഴുത്തിൽ കെട്ടുമെന്നുള്ള വിശ്വാസത്തിലാ ഓരോ നിമിഷവും ഞാൻ മുന്നോട്ട് പോണേ. അച്ഛൻ ഉറപ്പിച്ച കല്യാണം നടന്നില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്നുള്ള വാശിയില്ല അച്ഛൻ. എങ്ങനെയാ സ്വാമി മനസ്സിലൊരാളെ വെച്ചുകൊണ്ട് മറ്റൊരാളുടെ മുന്നിൽ ഞാൻ താലി കെട്ടാൻ നിൽക്കണേ? വലിയ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടണം. അച്ഛനൊന്നും സംഭവിക്കാനും പാടില്ല. ഇത് രണ്ടും നടക്കണം. നടത്തി തരുമെന്നൊരു ഉറപ്പ് കിട്ടണം. അതിന് ഞാനിപ്പോ ഇടുന്ന ഈ പൂക്കള് ഈ വിഗ്രഹത്തിന് ചുറ്റും തന്നെ വീഴണം. അനുഗ്രഹിക്കണേ സ്വാമി. Ding,